സൂര്യ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് കങ്കുവ. പക്ഷേ വാനോളം പ്രതീക്ഷയോടെ ചെന്ന ആരാധകർ നിരാശരായി മടങ്ങി. സിനിമ ഫ്ലോപ്പ് എന്ന് ആരാധകർ തന്നെ തുറന്നടിച്ചു. സിനിമാ നിരീക്ഷകർ കങ്കുവ എന്ന സിനിമയെ വലിച്ചുകീറി എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. എന്നാൽ ഇത്തരത്തിൽ പടത്തെ വിമർശിച്ചവരെല്ലാം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. എന്തെന്നാൽ തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടും ഓസ്കാർ പട്ടികയിൽ കങ്കുവ സ്ഥാനം നേടിയിരിക്കുകയാണ്. വാർത്ത അറിഞ്ഞവരുടെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ചർച്ചയും ഇതുതന്നെയാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന തരത്തിലുള്ള കമന്റുകളാണ് മുഴുവനും നിറയുന്നത്. 97ാമത് ഓസ്കാർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിലാണ് സിരുതൈ ശിവയുടെ സംവിധാനത്തിലൊരുങ്ങിയ കങ്കുവയും ഇടം പിടിച്ചിരിക്കുന്നത്. മികച്ച ചിത്രം എന്ന ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക റൗണ്ടിലേക്കാണ് കങ്കുവ തിരഞ്ഞെടുക്കപ്പെട്ടത്. തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടും ഓസ്കാർ പട്ടികയിൽ സ്ഥാനം നേടിയതോടെ അഭിനന്ദിച്ചും വിമർശിച്ചും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമായി എത്തുന്നത്. ബിഗ് ബജറ്റിൽ ഇറങ്ങിയ കങ്കുവയ്ക്ക് മുടക്കുമുതൽ പോലും തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കങ്കുവ, ഫ്രാൻസിസ് എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലാണ് സൂര്യ ചിത്രത്തിൽ എത്തിയത്. ബോളിവുഡ് നടൻ ബോബി ഡിയോളാണ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അമിതമായ ശബ്ദവും തിരക്കഥയിലെ ആവർത്തന വിരസതയും പാളിച്ചകളുമാണ് കങ്കുവയ്ക്ക് തിരിച്ചടിയായത്. 2024 ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നാണ് ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 13 മിനിറ്റോളം രംഗങ്ങൾ നീക്കം ചെയ്ത ശേഷമാണ് ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത്. അതേസമയം 323 ചിത്രങ്ങളിൽ നിന്ന് 207 ചിത്രങ്ങളാണ് ഓസ്കാറിന്റെ ആദ്യ പട്ടികയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ ബ്ലെസ്സി ചിത്രം ആടുജീവിതവും ലിസ്റ്റിൽ ഇടം പിടിച്ചു. മികച്ച ചിത്രം എന്ന ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക റൗണ്ടിലേക്കാണ് ആടുജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ ഫോറിൻ സിനിമ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ചിത്രങ്ങൾ പരിഗണിക്കാറുള്ളത്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി ബ്ലെസ്സി ഒരുക്കിയ ചിത്രം 2024 മാർച്ചിലാണ് റിലീസ് ചെയ്തത്. നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രശംസയും കൈവരിച്ച ചിത്രം ആഗോളതലത്തിൽ മികച്ച കളക്ഷനും നേടിയിരുന്നു. ചിത്രത്തിലെ നജീബായുള്ള പ്രകടനം പൃഥ്വിരാജിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തിരുന്നു. അമല പോൾ, ഗോകുൽ, ജിമ്മി ജിൻ ലൂയിസ് തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മലയാളത്തിന് പുറമെ തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ ഭാഷകളിലും ചിത്രം പുറത്തിറങ്ങിയിരുന്നു. മലയാളത്തിൽ നിന്ന് കനി കുസൃതി പ്രധാന വേഷത്തിലെത്തിയ ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന ചിത്രവും ഇന്ത്യയിൽ നിന്നും ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. 8-ാം തീയതി മുതൽ വോട്ടിംഗ് ആരംഭിക്കും. 12-ാം തീയതി വരെയാണ് വോട്ടിംഗ്. വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമായിരിക്കും 2-ാം റൗണ്ടിലേക്കുള്ള പ്രവേശനമുണ്ടാവുക. എന്തായാലും മറ്റേത് സിനിമ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതിനേക്കാളും ഏവരും ഞെട്ടിയിരിക്കുന്നത് കങ്കുവയുടെ എൻട്രി തന്നെയാണ്. ഓസ്കാറിൽ ഏതെല്ലാം കടമ്പകൾ കങ്കുവ താണ്ടുമെന്ന് ഇനി കാത്തിരുന്നറിയാം. എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഇത് നൽകുന്ന ഊർജം ചെറുതല്ല.